सपा कांग्रेस वाले सरकार में आए तो रामलला को फिर से टेंट में भेजेंगे और मंदिर पर बुलडोजर चलवा देंगे। क्या योगी जी से यही सीखना है क्या? अरे जरा योगी जी से ट्यूशन लो, बुलडोजर कहां चलाना कहां नहीं चलाना। ഇത് കേട്ടല്ലോ, മോദി സ്വന്തം ഭക്തന്മാരെ, മരമണ്ടന്മാരെ, തലയിൽ ആൾതാമസമില്ലാത്തവരെ, 1% പോലും വിവേകമില്ലാത്തവരെ എന്ന് പച്ചയ്ക്ക് വിളിക്കുന്നത്. ഉത്തർപ്രദേശിലെ ബാരാബങ്കിയിലെ ഒരു തെരഞ്ഞെടുപ്പ് റാലിയിലാണ് മോദി ഏറ്റവും പുതിയ ഈ വിദ്വേഷ പരാമർശം നടത്തുന്നത്. കോൺഗ്രസും എസ്-പിയും അധികാരത്തിൽ വന്നാൽ രാംലല്ല ടെന്റിനകത്താകും, രാമക്ഷേത്രം ബുൾഡോസർ ഉപയോഗിച്ച് തകർക്കും, ബുൾഡോസർ എവിടെ ഓടിക്കണം എവിടെ ഓടിക്കരുത് എന്ന് യോഗിയെ കണ്ട് പഠിക്കണമത്രേ. എത്ര വലിയ അടിമകളാണെങ്കിൽ പോലും ഈ 21ാം നൂറ്റാണ്ടിൽ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുമോ? ഇത് കേട്ട് നിങ്ങൾക്ക് വീണ്ടും ന്യായീകരിക്കാൻ തോന്നുന്നുണ്ടോ? ഇത് നാട്ടിലെ ഒരു ചട്ടമ്പി കൗലപ്രസംഗത്തിൽ പറയുന്നതല്ല. ഇന്ത്യയുടെ പ്രധാനമന്ത്രി 10,000-കണക്കിന് ആൾക്കാരെ സാക്ഷി നിർത്തി പരസ്യമായി പറഞ്ഞതാണ്. അടിമത്തത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എന്തെങ്കിലും സാധ്യതയുള്ള ബ്രെയിൻ വാഷ് ചെയ്യപ്പെട്ടവർ ഉണ്ടെങ്കിൽ ഇതോടെ അവർക്ക് മോദിയുടെ യഥാർത്ഥ മുഖം മനസ്സിലായി കാണണം. ഇപ്പോഴും നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ മോദി നിങ്ങളെ നോക്കി പറഞ്ഞത് എന്താണെന്ന് ഞാൻ വ്യക്തമായി പറയാം. നിങ്ങൾ വെറും തലച്ചോർ പണയം വെച്ച, ലവലേശം വിവേകമില്ലാത്ത, അല്പം പോലും ചിന്താശേഷിയില്ലാത്ത ഒരു കൂട്ടമാണ്. ഞാൻ എന്ത് ശ്രദ്ധിച്ചാലും നിങ്ങളത് കണ്ണുമടച്ചു വിഴുങ്ങും എന്ന് എനിക്ക് ഉറപ്പാണ്. ആ ഉറപ്പിലാണ് ഞാൻ ഇതെല്ലാം പറയുന്നത്. നിങ്ങൾക്ക് 1% വിവേകമുണ്ടെന്ന് ഞാൻ കരുതുന്നുവെങ്കിൽ ഒരിക്കലും എന്റെ വായിൽ നിന്ന് ഇത്തരം വാക്കുകൾ വരില്ല. കാരണം നിങ്ങൾ ചിന്തിച്ചാൽ ഇയാൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്, എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ പറയാൻ തോന്നുന്നത്, ഞങ്ങൾ ഇതുപോലെ വിഡ്ഢികളാണെന്ന് ഇയാൾ എന്തുകൊണ്ടാണ് വിചാരിക്കുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കുമെന്ന് എനിക്ക് തോന്നിയാൽ ഞാൻ ഒരിക്കലും ഇങ്ങനെ പറയില്ല. ഈ ഉറപ്പിലാണ് മോദി ഇങ്ങനെയൊക്കെ പറയുന്നത്. നോക്കണം, ഇത് കേട്ട് ആർത്തുല്ലസിക്കുന്ന, കൈയടിക്കുന്ന ആ മുൻപിലിരിക്കുന്നവർ ഏതു തരത്തിലുള്ള ആൾക്കാരാണെന്ന്. രാജ്യത്തിന്റെ ഭാവിക്കും സമൂഹത്തിന്റെ നിലനിൽപ്പിനും വളർച്ചയ്ക്കും ഇവർ വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നതെന്ന് ഏവർക്കും മനസ്സിലാകുമല്ലോ. എന്ന് മാത്രമല്ല, ഇത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടങ്ങൾക്ക് 100% വിരുദ്ധമാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന് 1% നട്ടല്ലുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ നടക്കുമോ? ജീവിതകാലം മുഴുവൻ തെരഞ്ഞെടുപ്പ് വിലക്ക് നേരിടേണ്ട വിദ്വേഷ പ്രസംഗങ്ങളാണ് മോദി ദിനം പ്രതി നടത്തുന്നത്. അതിന്മേൽ ബ്രെയിൻ വാഷ് ചെയ്യപ്പെട്ട അടിമകളും ഇലക്ഷൻ കമ്മീഷനും പുളകം കൊള്ളുകയാണ്.